എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡൊക്കെ നമ്മുടെ വീട്ടിലുള്ള സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് ഷവർമയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മയോണൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി. ഇനി ഒരു 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ 2 പീസ് ബ്രെഡ് ഒരുമിച്ച് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ആ മുട്ടയുടെ മിക്സ് ഇല്ലേ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസിലൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് വെക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിവിടെ ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പീസ് 2ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം ഒരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് തുറന്ന് വെക്കുകയാണെങ്കിൽ പോക്കറ്റ് പോലെ ഇരിക്കും. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.